ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, കേരള PSC KSCBയുടെ AI സബ് എഞ്ചിനീയർ പരീക്ഷയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് പാർട്ട് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് പാർട്ട് 1ഉം പാർട്ട് 2ഉം എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്നത്തെ ടോപ്പിക് സെക്കൻഡ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷനാണ്. സെക്കൻഡ് പാർട്ട് നമ്മൾ AC ഫണ്ടമെൻ്റൽസ് ആയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പാർട്ട് 3 ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത്. AC series and parallel circuits. ഇതിൽ AC പ്യുവർ റെസിസ്റ്റർ, പ്യുവർ ഇൻഡക്ടർ, പ്യുവർ കപ്പാസിറ്റർ, RL, RC, LC ആൻഡ് RLC സർക്യൂട്ട്സ്, ഇതിലൂടെ എല്ലാം AC പാസ് ചെയ്യുന്നതിൻ്റെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് കേരള PSCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നോടിയായി നമുക്കതിൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് AC ത്രൂ പ്യുവർ റെസിസ്റ്റൻസ് എലോൺ. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. V = Vm sin omega t, I = Vm/R sin omega t. റെസിസ്റ്റൻസ് ആണ് ഈ R. റെസിസ്റ്റൻസിലൂടെ മാത്രമാണ് പാസ് ചെയ്യുന്നത്. ആ സമയത്ത് V ആൻഡ് I ആർ ഇൻ ഫേസ്. ഇത് വോൾട്ടേജ് ആണ് V, ഇത് കറണ്ടാണ് I. വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ്, ഇൻ ഫേസിലാണ് ഉണ്ടാവുക പ്യുവർ റെസിസ്റ്റൻസ് ആകുമ്പോൾ. അടുത്തത് AC ത്രൂ പ്യുവർ ഇൻഡക്റ്റൻസ് അലോൺ. അവിടെ ഇക്വേഷൻ മാറില്ല. ഏതിൻ്റെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ V = Vm sin omega t, I = Vm/XL sin omega t minus π/2. ഈ XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 2πfL. L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആണ്. ഇറ്റ് ഈസ് ഇൻ ഹെൻറിയിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഔട്ട് ഓഫ് ഫേസ് ബൈ 90 ഡിഗ്രി. 90 ഡിഗ്രി ആയിരിക്കും. ഇത് കറണ്ട് ആണെങ്കിൽ ഇതായിരിക്കും വോൾട്ടേജ് V. 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. വോൾട്ടേജ് ആയിരിക്കും ലീഡ് ചെയ്യുക, കറണ്ട് വോൾട്ടേജിനേക്കാളും ലാഗ് ചെയ്യുകയാണ് ചെയ്യുക ഇൻഡക്റ്റൻസിൻ്റെ കേസ്. അടുത്തത് AC ത്രൂ പ്യുവർ കപ്പാസിറ്റൻസ് അലോൺസ്. V = Vm sin omega t, I = Vm/XC sin omega t plus π/2. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. XC is equal to 1/2πfC ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജും കറണ്ടും ഔട്ട് ഓഫ് ഫേസ് ആണ്. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്. കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. വോൾട്ടേജിനേക്കാൾ ലീഡ് ചെയ്യുന്ന സാധനം കറണ്ടാണ്. ഇത് വോൾട്ടേജ് ആണെങ്കിൽ ഇതായിരിക്കും കറണ്ട്. അതാണ് പ്യുവർ ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസിലൂടെയുള്ള AC മൂവ് ചെയ്യുമ്പോഴുള്ള വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷൻസും അതിൻ്റെ വെക്റ്റർ ഡയഗ്രാം. ഇനി RLC സീരീസ് സർക്യൂട്ട്. അതിന് RL ലോഡ്, RC ലോഡ് എല്ലാം ഉണ്ട്. അതിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. RLC സീരീസ് സർക്യൂട്ടാണ്. റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും സീരീസ് ആയിട്ട്, ഇൻഡക്റ്റൻസ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ സീരീസ് ആയിട്ടാണ്. അപ്പോൾ ഉണ്ടാകുന്നത് V = I × √R² + XL - Xൻ്റെ സ്ക്വയർ. ഈ √R² + XL - Xൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലാണ് ഇമ്പിഡൻസ് Z. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos φ = R/Z ആണ്. റെസൊണൻസ് കണ്ടീഷനിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും അതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആയിരിക്കും. അത് രണ്ടും ഈക്വൽ ആകുമ്പോൾ നമ്മളെ പ്യുവർ റെസിസ്റ്റീവായ ഒരു സർക്യൂട്ട് പോലെ ആയി തീരും റെസൊണൻസ് കണ്ടീഷനിൽ. അതുകൊണ്ട് ഈ കറണ്ട് വോൾട്ടേജുമായി ഇൻ ഫേസ് ആയിരിക്കും. ഇമ്പിഡൻസ് മിനിമം ആയിരിക്കും. പ്യുവർ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. പവർ ഫാക്ടർ 1 ആയിരിക്കും. കറണ്ട് I = V/Z ഈസ് മാക്സിമം, അതായത് V/R ആയിരിക്കും. കറണ്ട് മാക്സിമം ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തതാണ് RLC പാരലൽ സർക്യൂട്ട്സ്. Z ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു 1/√1/R² പ്ലസ് 1/XL - 1/XCൻ്റെ സ്ക്വയർ. കണ്ടക്റ്റൻസ്, റെസിസ്റ്റൻസിൻ്റെ നേരെ ഇവിടെ കണ്ടക്റ്റൻസ് ഉണ്ടാവും. G is equal to 1/R. അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അഡ്മിറ്റൻസ് Y is equal to 1/Z. പവർ ഫാക്ടർ cos φ is equal to
G by Y ആണ്. At resonance condition, line current at resonance is minimum ആയിരിക്കും, വോൾട്ടേജുമായി ഇൻ ഫേസ് ആയിരിക്കും, പവർ ഫാക്ടർ 1 ആയിരിക്കും, ഇമ്പിഡൻസ് മാക്സിമം ആയിരിക്കും. അതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേയുള്ള തിയറീസ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A series RL circuit has a resistance of 30 ohms and an inductive reactance of 14 ohm. Its impedance is, നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. Z is equal to root of R square plus XL ന്റെ സ്ക്വയർ. ആ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം വാല്യൂ കറക്റ്റ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 30 ആണ്, എക്സെല്ലിൻ്റെ വാല്യൂ 40 ഓം. ഈ ഓം വന്നാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്, എക്സെൽ അതിൻ്റെ സ്ക്വയർ. രണ്ടും കൂടി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 50 ആയിരിക്കും. 50 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ എ പാരലൽ RC സർക്യൂട്ട്സ് 1 ampere flows through resistive branch and 1 ampere through the capacitive branch. What is the total current? പാരലൽ കണക്ഷൻ ആണ്, രണ്ട് കറണ്ട്. അതിൻ്റെ ഫിഗർ നമുക്കൊന്ന് വരച്ച് നോക്കാം. RC ആണ്, റെസിസ്റ്റൻസ് ആണ് വരയ്ക്കേണ്ടത്. RC, കപ്പാസിറ്റർ. ഓക്കെ, രണ്ട് സർക്യൂട്ടിലൂടെയും പാസ് ചെയ്യുന്നത് 1 ആംപിയർ ആണ്. ഇതിലൂടെ 1 ആംപിയർ ആണ്, ഇതിലൂടെ 1 ആംപിയർ ആണ്. അപ്പോൾ ടോട്ടൽ കറണ്ട്, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ് എന്നുള്ളതാണ്. പലരും തെറ്റിക്കുന്ന സാധനമാണ്. 1 ഇതിലൂടെ 1 പോകുന്നു, ഇതിലൂടെ 1 ആംപിയർ പോകുന്നു. അപ്പോൾ ഇതിലൂടെ എത്ര ആംപിയർ വരുന്നത്? 2 ആംപിയർ ആണ് പോകേണ്ടത് എന്നുള്ള തെറ്റായ ധാരണയുണ്ടാകും. അത് തെറ്റാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ബിയിൽ കാണുന്നുണ്ട്. കാരണം ഒന്ന് റെസിസ്റ്ററാണ്, ഒന്ന് കപ്പാസിറ്ററാണ്. അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കറണ്ട് എന്നുള്ളത് 1+1J ആണ്. ഈ J എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ഫേസിൽ വ്യത്യാസമുണ്ട്. കറണ്ടും വോൾട്ടേജ് തമ്മിലുള്ള ഫേസിലേക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ 1+IJ എന്നായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിൻ്റെ റൂട്ട് ഓഫ് 1² പ്ലസ് ജെൻ്റെ കൂടെ 1 ഉള്ളത് 1². ഇറ്റ് ഈസ് ഈക്വൽ ടു √2 ആണ്. √2 എന്നാൽ 1.41. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ എ പാരലൽ AC circuit, if the supply frequency is greater than at resonance frequency, then the circuit is. അതൊരു സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. സപ്ലൈ ഫ്രീക്വൻസി റെസൊണൻസ് ഫ്രീക്വൻസിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ആ സർക്യൂട്ട് എന്തായിരിക്കും? അതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിരിക്കും. സപ്ലൈ ഫ്രീക്വൻസി റെസൊണൻസ് ഫ്രീക്വൻസിനേക്കാൾ കുറവാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. സപ്ലൈ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു റെസൊണൻസ് ഫ്രീക്വൻസി ആണെങ്കിൽ ഇറ്റ് ഈസ് എ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ ഇതിൽ ആൻസർ ഇത് ഓപ്ഷൻ എ ആണ്, കപ്പാസിറ്റീവ്. Fourth question. A coil has a reactance of 100 ohms at 100 hertz. The reactance of this coil at 1 kilohertz will be. എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ കാണുന്നത് എല്ലിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തണം. ഫസ്റ്റത്തെ 100 ഹെഡ്സ് ആയ സമയത്തുള്ള 100 ഓം ആയ സ്ഥലത്തുള്ള ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. അതിൽ XL ഈസ് ഈക്വൽ ടു 2πfL ആണ്. 2πfL. XLൻ്റെ വാല്യൂ എത്ര നമുക്കറിയാം? 100 ഓം ആണ്. ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫ്. എഫ് എന്നുള്ളത് ഇവിടെ 100 ആണ്, ഇൻറ്റു L. ഇതിന് L എന്നിട്ടും L ഈസ് ഈക്വൽ ടു 1/2π എന്നുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി അത് രണ്ടാമത്തെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. XL അറ്റ് 1 കിലോ ഹെർട്സ് ആകുമ്പോൾ 1 കിലോ ഹെർട്സ് ആകുമ്പോൾ റിയാക്റ്റൻസ് എന്തായിരിക്കും എന്നാണ്. അപ്പോൾ XL ഈസ് ഈക്വൽ ടു 2πf ഇൻറ്റു L. അത് 2π 1 കിലോ ഹെർട്സ് ആണ്. അപ്പോൾ 10⁻³ L എന്നുള്ള എന്താണ്?
1/2π. അപ്പോൾ 1/2π 1/2π ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ കിട്ടും 10⁻³ 1 കിലോ ഓം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. ദ ക്യൂ ഫാക്ടർ ഓഫ് എ കോയിൽ ഈസ് ഗിവൺ ബൈ. ക്യൂ ഫാക്ടർ നമ്മൾ എപ്പോഴും അറിയാൻ പറ്റും, പവർ ഫാക്ടറിൻ്റെ നേരെ റെസിപ്രോക്കലാണ് ക്യൂ ഫാക്ടർ ഉണ്ടാവുക. ഓപ്ഷൻ സി ആണ് റെസിപ്രോക്കൽ ഓഫ് ഇറ്റ്സ് പവർ ഫാക്ടർ. ഇനി 6th ക്വസ്റ്റ്യൻ. അണ്ടർ ദ കണ്ടീഷൻ ഓഫ് റെസൊണൻസ് RLC സീരീസ് സർക്യൂട്ട് ബിഹേവ് ആസ് എ. റെസൊണൻസ് കണ്ടീഷൻ RLC സീരീസ് സർക്യൂട്ടിന് എന്തായിരിക്കും ബിഹേവ് ചെയ്യുക? നമ്മളവിടെ പറഞ്ഞു XL ഈസ് ഈക്വൽ ടു XC ആയിരിക്കും, നമ്മൾ തിയറി പറഞ്ഞതാണ്. അപ്പോൾ റെസൊണൻസ് കണ്ടീഷൻ RLC സീരീസ് സർക്യൂട്ട് ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. എ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 4 ohm ആൻഡ് എൻ ഇൻഡക്ടൻസ് ഓഫ് 31.8 millihertz connected across 250 volt 50 Hz AC supply. Take a current of 10 ampere. What will be its power in kVA? ക്വസ്റ്റ്യൻസ് വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. പവർ എന്ന് പറഞ്ഞാൽ KVA യിലാണ് കാണുന്നത്, ശ്രദ്ധിക്കുക. KVA എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും മാത്രം മതി. കോസ് 5 വേണ്ട, കോസ് 5 വാട്ട്സ് ഉണ്ടാവുമ്പോൾ മതി. അപ്പോൾ വോൾട്ടേജും കറണ്ടും, വോൾട്ടേജ് എത്രയാണ്? 250 ഇൻറ്റു കറണ്ട് എത്രയാണ് കാണിക്കുന്നു? കറണ്ട് ഈസ് ഈക്വൽ ടു 10 ആംപിയർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 2500 വോൾട്ട് ആംപിയർ. അതായത് കിലോ വോൾട്ട് ആംപിയർ ആകുമ്പോൾ 2.5 കിലോ വോൾട്ട് ആംപിയർ ആയിരിക്കും. ഓപ്ഷൻ ഡി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. If the frequency changes from 50 Hz to 25 Hz, keeping the voltage constant, the capacitive reactance of capacitor connected to supply changed to. നമുക്ക് ഫസ്റ്റ് അതിന് കണ്ടീഷനിലുള്ള XC1 കാണണം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 1/2π F ആണ്. F എന്താ വാല്യൂ എന്താ ഫസ്റ്റ്? ഹെഡ്സ് 50 Hz അല്ലേ? 50 Hz അല്ലേ പറയുന്നത്? 50 ഇൻറ്റു C. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ XC1 ഈസ് ഈക്വൽ ടു 1/2π. 50 Hz എന്തായി? 25 Hz ആയി മാറി. 25 ഇൻറ്റു C ആണ്. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. ആ രണ്ട് കണ്ടീഷൻ തമ്മിൽ നോക്കുമ്പോൾ, അതിൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ XC2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു XC1 ആണ്. അത് ഓപ്ഷൻ ബി ആണ്. 2 ടൈംസ് ദാറ്റ് ഓഫ് ദി പ്രീവിയസ് വൺ ആയിരിക്കും ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സീരീസ് RLC സർക്യൂട്ട് അറ്റ് റെസൊണൻസ്, impedance is maximum, admittance is maximum, current is minimum, none of this. Series RLC സർക്യൂട്ടിൽ റെസൊണൻസ് കണ്ടീഷനിൽ ഇംപിഡൻസ് മിനിമം ആയിരിക്കും, കറണ്ട് മാക്സിമം ആയിരിക്കും, അഡ്മിറ്റൻസ് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഈ ഓപ്ഷനിലുള്ളത് അഡ്മിറ്റൻസ് മാക്സിമം, ഓപ്ഷൻ ബി ആണ്. 10th ക്വസ്റ്റ്യൻ. ഇൻ ആൻ AC സർക്യൂട്ട് VT is equal to 20 sin 314t plus 5π/6 and IT is equal to 10 sin 314t plus 2π/3. The power factor of the circuit is. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിൽ നിന്ന് ചെയ്യുന്നത് ആ ഇക്വേഷനിലോട്ടൊന്നും പോകണ്ട, അതിൻ്റെ ആംഗിൾ നോക്കിയാൽ മതി. വോൾട്ടേജ് എത്രയാണ് ആംഗിൾ? 5π/6. 5π/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ആണ് ഡിഗ്രി. ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2π/6, 2π/3. 2π/3 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കുക, വോൾട്ടേജ്, ഇത് വോൾട്ടേജ് ആണ്, സോറി ഇത് കറണ്ടാണ് വിചാരിക്കുക, ഇത് വോൾട്ടേജ് ആണ് വിചാരിക്കുക. 120 ഡിഗ്രിയിലാണ് ഫസ്റ്റ് നിൽക്കുന്നത്, ഇത് 0 ഡിഗ്രി ആണെന്ന് തെറ്റിയിരിക്കരുത്. വോൾട്ടേജ് ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ള ഇത് എത്രയാണ്? 150 മൈനസ് 120 എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ 30 ഡിഗ്രിയാണ് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇതിന് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഫാക്ടർ എന്നാൽ cos 5, അത് cos 30.
cos 30 എന്ന് പറഞ്ഞാൽ it is equal to 0.866. ഇനി ലീഡ് ആണോ ലാഗ് ആണോ എന്നുള്ളതാണ്. കറണ്ട് ലാഗ് ചെയ്യാണ് വോൾട്ടേജിനേക്കാളും. അപ്പോൾ എന്താണ് ലാഗ്. ഓപ്ഷൻ എ ആണ് 10th ആൻസർ. ഓപ്ഷൻ എ. ഇനി 11th question. An inductor supplied with 50 volt AC with a frequency of 10 kilohertz passes a current of 7.96 milliampere. The value of inductor is. അത് നമ്മൾ ഫസ്റ്റ് കാണുന്നത് എക്സൽ എന്താണെന്ന് കാണണം. അതിൽ നിന്ന് എൽ കണ്ടാൽ മതി. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സൽ എന്ന് പറഞ്ഞാൽ ചെയ്തു നോക്കാം. എക്സൽ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. വോൾട്ടേജ് എത്രയാണ് ഇവിടെ ഉള്ളത്? 50 ഡിവൈഡഡ് ബൈ 7.96 ഇൻറ്റു 10 മില്ലി അല്ലേ, 10⁻³ അവിടെ നിന്ന് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 6281.41 ഓം ആണ്. ഇനി എക്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സൽ ഈസ് ഈക്വൽ ടു 2πfL ആണ്. നമ്മൾ കാണുന്നത് ഇൻഡക്ടർ വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് എല്ലാണ് നമ്മൾ കാണുന്നത്. L is equal to XL divided by 2πf. വാല്യൂസ് കൊടുക്കുക. എക്സലിന് 6281.41 കൊടുക്കുക. 2πf എത്രയാണ് വാല്യൂ കാണിച്ചുള്ളത്? എഫ് ഫ്രീക്വൻസി 10 കിലോഹെർട്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 11. ഓപ്ഷൻ സി കിട്ടും. 100 മില്ലി ആംപിയർ, 99.971 മില്ലി ആംപിയർ ആണ് കിട്ടുക. അത് നമ്മൾ 100 കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ സി 100 മില്ലി ഹെർട്സ് ആണ് ആൻസർ. ഇനി 12th question. When a 100 milliampere alternating current with a frequency of 1 kilohertz flows in the primary of two coupled coils, the secondary voltage is 1 volt. The mutual inductance between the coil is. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യുന്നത് നമ്മൾ ഇക്വേഷൻ എഴുതാം. V is equal to I into XM മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ V is equal to I into 2πf L എന്നാണ് ഇതിൽ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. M എടുക്കും. M ഇനി അവിടെ നിന്ന് M ഉണ്ടാൽ മതി. M is equal to V എത്രയാണ് തന്നുള്ളത്? 1 volt ഡിവൈഡഡ് ബൈ I into I എന്ന് പറഞ്ഞാൽ 100 മില്ലി ആംപിയർ ആണ് ഇൻറ്റു 2π ഇൻറ്റു എഫ് എത്രയാണ്? 1 കിലോ ഹെർട്സ് ആണ്. അപ്പോൾ ചെയ്ത് കിട്ടുമ്പോൾ എന്ത് ആൻസർ കിട്ടും നമുക്ക്? 1.59 മില്ലി ഹെർട്സ് നമുക്ക് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 13th question. A series circuit consists of resistance 20 ohm, L 20 millihertz and an AC supply of 60 volt with the frequency 100 hertz. The current in R is. 13th question ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ കാണുന്നത് എക്സൽ എന്താണെന്ന് കാണണം, സെഡ് എന്താണെന്ന് കാണണം, എക്സൽ എന്താണെന്ന് കാണണം. എന്നിട്ടാണ് നമുക്ക് കറണ്ട് കാണാൻ പറ്റുള്ളൂ. കറണ്ട് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും I is equal to V by Z ആണ്. അപ്പോൾ V നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 60 വോൾട്ട് തന്നിട്ടുണ്ട്. Z നമുക്കറിയില്ല, അതിന് കാണണം. അപ്പോൾ Z is equal to √R² പ്ലസ് XLൻ്റെ സ്ക്വയർ. അപ്പോൾ R ഇവിടെ തന്നിട്ടുണ്ട് 20 ഓം. അപ്പോൾ XL കാണണം. ഇവിടെ L ഉണ്ട്, 20 മില്ലി ഹെർട്സ് ഉണ്ട്. XL is equal to 2πf എത്ര എന്നുള്ളത്? 100 ഹെർട്സ്. 2πf ഇൻറ്റു L ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് ഈ വാല്യൂ സെഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ സെഡിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ Z is equal to 23.62 ആണ്. എന്നിട്ട് അതവിടെ കറണ്ട് ഇക്വേഷൻ കൊടുക്കുക. I is equal to
വോൾട്ടേജ് വി എത്രയാണ് 60 ഡിവൈഡ് ബൈ 23.62 എത്ര കിട്ടും നമുക്ക് 2.54 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുന്നത്. ഇനി 14th ക്വസ്റ്റ്യൻ. ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫ് എ സർക്യൂട്ട് ഡാഷ് ദ ഇൻക്രീസ് ഇൻ സപ്ലൈ ഫ്രീക്വൻസി. അത് എക്സൽ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതിച്ച് നോക്കിയാൽ മതി 2πfl. ഇൻക്രീസ് ഇൻ സപ്ലൈ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാന്നാൽ ആരും ഇൻക്രീസ് ചെയ്യണം, എക്സലും ഇൻക്രീസ് ചെയ്യണം, ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഇൻക്രീസ് ചെയ്യണം. ഓപ്ഷൻ എ ആണ് ആൻസർ. 15th question. A series RLC circuit will have unity power factor if operated at a frequency of. RLC സർക്യൂട്ട് യൂണിറ്റി പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം? ആള് റെസൊണൻസിലായിരിക്കണം. റെസൊണൻസിലിരിക്കുന്ന ഒരു സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി എന്നാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2π ഇൻറ്റു റൂട്ട് ഓഫ് LC ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മനസ്സിലാക്കുക യൂണിറ്റി പവർ ഫാക്ടറിലാണ് RLC എങ്കിൽ അതെന്തായിരിക്കും? റെസൊണൻസിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 1/2π റൂട്ട് LC. 16th question. A circuit with a resistance, inductor and capacitor in series is a resonant of F0 Hz. F0 എന്നാൽ അതിൻ്റെ F0 Hz ആണ്. If all the component values are now doubled, the new resonant frequency. First resonant frequency F0 എന്ന് പറഞ്ഞു. എല്ലാ കമ്പോണൻസും അതിൻ്റെ വാല്യൂ ഡബിൾ ചെയ്തപ്പോൾ പുതിയ റെസൊണന്റ് ഫ്രീക്വൻസി എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാവുന്നതാണ്, നേരത്തെ മുകളിൽ എഴുതിയ ആ ക്വസ്റ്റ്യൻ. റെസൊണൻസ് ഫ്രീക്വൻസി F0 ഈക്വൽ ടു റൂട്ട് ഓഫ് 1/2π റൂട്ട് LC ആണ്. അപ്പോൾ F0 ഇസ് ഈക്വൽ ടു 1/2π എല്ലാം ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ 2L 2C. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? അത് 1/2 ഇൻറ്റു F0. ന്യൂ F0 എന്ന് പറഞ്ഞാൽ ഓൾഡ് F0-നേക്കാളും 1/2 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ, F0/2. അടുത്ത് 17th question. The resonant frequency F0 of a series RLC circuit is related to half power frequency F1 and F2 as. ഡയറക്റ്റ് നമുക്ക് ആൻസറിലോട്ട് പോകാം. ഓപ്ഷൻ ബി ആണ് ആൻസർ, F0 is equal to root of F1 into F2. 18th question. In a series RLC circuit at resonance, the magnitude of the voltage developed across the capacitor. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് ഏതിൽ സീരീസ് RLC സർക്യൂട്ടിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് പോകാൻ പറ്റും. ഓപ്ഷൻ സി ആണ്. കപ്പാസിറ്റൻസിൻ്റെ കേസിൽ ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും കപ്പാസിറ്ററിന് അക്രോസ് ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദി ഇൻപുട്ട് വോൾട്ടേജ്. 19th question. The given two coupled inductance L1 and L2, their mutual inductance M satisfy. ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നമുക്കറിയുന്ന കേസാണ്. M is equal to K into root L1 L2. ഈ K എന്ന് പറയുന്ന വാല്യൂ കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ആണ്. ഇത് എല്ലാ സമയത്തും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. K എന്നുള്ള വാല്യൂ എല്ലാ സമയത്തും ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റിലേഷൻ ആക്കി എഴുതുമ്പോൾ M എന്നുള്ള വാല്യൂ റൂട്ട് ഓഫ് L1 L2-നേക്കാളും എന്തായിരിക്കും? L1 L2-നേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും M എന്നുള്ളത്. റൂട്ട് ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് L1 L2. ആ ഈക്വൽ ടു വരാൻ കാരണം ഒന്നെങ്കിൽ ആ കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്നുള്ളത് 1 ആയിരിക്കും, K 1 ആയിരിക്കും, അല്ലെങ്കിൽ 1-നേക്കാളും താഴെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, M ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് L1 L2. 20th question.
A series RLC circuit has R is equal to 50 ohm, L is equal to 100 microhertz, and C is equal to 1 microfarad. L is equal to 100 microhenry and C is equal to 1 microfarad. The lower half power frequency of the circuit is lower half power frequency. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിന് ഇക്വേഷൻസ് എഴുതാനുള്ളത് കുറേ ഇക്വേഷൻ നമുക്ക് വലിയ ഇക്വേഷൻസ് ഒക്കെ എഴുതി കൊണ്ടുവരാൻ പറ്റും. പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. റെസൊണൻസിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സാധനമാണ്, ഹാഫ് പവർ ഉള്ള സാധനമാണ്. അപ്പോൾ അതിനെ F1 വിളിക്കുകയാണ്. 2π F1 L, അതായത് XL മൈനസ് XC ഈസ് ഈക്വൽ ടു, റെസൊണൻസ് കണ്ടീഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അത് ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസിയിലാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു -R ആയിരിക്കും. അപ്പോൾ -1/2π F1 into C is equal to -R ആണ്. ഇതിന് F1 is equal to, F1 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് കിട്ടുമ്പോൾ F1 is equal to 3.055 കിലോ ഹെർട്സ് നമുക്ക് കിട്ടും. ഓപ്ഷൻ ബി എന്നുള്ള ആൻസർ നമുക്ക് ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.